എന്താണ് പെസഹ? ബൈബിളിന്റെ ഉത്തരമെന്താണെന്ന് നോക്കാം. BC 1513 ഈജിപ്തിന്റെ അടിമത്തത്തിൽ നിന്ന് ദൈവം ഇസ്രായേല്യരെ വിടുവിച്ചതിന്റെ ഓർമ്മ ജൂതന്മാർ ആഘോഷിച്ചിരുന്നു. അതായിരുന്നു പെസഹ. ഈ പ്രധാനപ്പെട്ട ചടങ്ങ് ഓരോ വർഷവും ജൂതമാസമായ ആബീബ് മാസത്തിന്റെ 14-ാം തീയതി ആചരിക്കാൻ ദൈവം ഇസ്രായേല്യരോട് കൽപ്പിച്ചു. പിന്നീട് ആബീബ് മാസം നീസാൻ എന്ന് വിളിക്കപ്പെട്ടു. പുറപ്പാട് 12:42, ലേവ്യർ 23:5. പെസഹ എന്ന് വിളിക്കുന്നത് എന്തുകൊണ്ട്? ഈജിപ്തിലെ എല്ലാ ആദ്യജാതന്മാരെയും കൊന്ന സന്ദർഭത്തിൽ ഇസ്രായേല്യരെ ദൈവം അതിൽ നിന്നൊഴിവാക്കിയ ആ സമയത്തെ കുറിക്കുന്നതാണ് പെസഹ എന്ന വാക്ക്. വിനാശകരമായ ആ ബാധ വരുത്തുന്നതിനു മുമ്പ് ദൈവം ഇസ്രായേല്യരോട് അവരുടെ വാതിലിന്റെ മേൽപ്പടിയിൽ അറുക്കപ്പെട്ട ചെമ്മരിയാടിന്റെയോ കോലാടിന്റെയോ രക്തം തളിക്കാൻ പറഞ്ഞു. പെസഹ എന്ന ഹീബ്രു വാക്കിന്റെ അർത്ഥം കടന്നുപോകൽ എന്നാണ്. രക്തം തളിച്ചിരുന്ന വീടുകളെല്ലാം ദൈവം ഒഴിവാക്കി കടന്നുപോയി. അവിടെയുള്ള ആദ്യജാതന്മാരെ സംരക്ഷിച്ചു. പുറപ്പാട് 12:7-13. ബൈബിൾ കാലങ്ങളിൽ എങ്ങനെയായിരുന്നു പെസഹ ആചരിച്ചിരുന്നത്? ആദ്യത്തെ പെസഹ എങ്ങനെ ആചരിക്കണമെന്ന് ദൈവം ഇസ്രായേല്യർക്ക് നിർദ്ദേശങ്ങൾ കൊടുത്തിരുന്നു. പെസഹയുടെ ചില പ്രത്യേകതകളെക്കുറിച്ച് ബൈബിളിൽ നിന്ന് മനസ്സിലാക്കാം. അവയിൽ ചിലത് ഈ പറയുന്നവയാണ്. ബലി. ഓരോ കുടുംബവും 1 വയസ്സു പ്രായമുള്ള ചെമ്മരിയാടിനെയോ കോലാടിനെയോ ആബീബ് മാസത്തിന്റെ 10-ാം തീയതി തിരഞ്ഞെടുക്കും. എന്നിട്ട് 14-ാം ദിവസം അതിനെ അറുക്കും. ആദ്യത്തെ പെസഹ ആചരണത്തിൽ ജൂതന്മാർ ആട്ടിൻ രക്തം കുറച്ചെടുത്ത് വീടിന്റെ 2 കട്ടിലക്കാലിലും വാതിലിന്റെ മേൽപ്പടിയിലും തളിച്ചു. ആട്ടിൻകുട്ടിയെ മുഴുവനായി ചുട്ടെടുത്ത് ഭക്ഷിച്ചു. പുറപ്പാട് 12:3. ഭക്ഷണം. ചെമ്മരിയാടിനോ കോലാടിനോ പുറമെ ഇസ്രായേല്യർ പുളിപ്പില്ലാത്ത അപ്പവും കയ്പുചീരയും പെസഹ ഭക്ഷണത്തിന്റെ ഭാഗമായി കഴിച്ചിരുന്നു. പുറപ്പാട് 12:8. ഉത്സവം. പെസഹയ്ക്ക് ശേഷം 7 ദിവസം അവർ പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ ഉത്സവം ആഘോഷിച്ചു. ആ സമയത്തവർ പുളിപ്പിച്ച അപ്പം കഴിച്ചിരുന്നില്ല. പുറപ്പാട് 12:17. 2 ദിനവൃത്താന്തം 30:20. പഠനം. ദൈവമായ യഹോവയെക്കുറിച്ചു മക്കളെ പഠിപ്പിക്കാൻ മാതാപിതാക്കൾ പെസഹ ആചരണകാലം ഉപയോഗിച്ചു. പുറപ്പാട് 12:25-27. യാത്ര. പിൽക്കാലത്ത് ഇസ്രായേല്യർ പെസഹ ആചരിക്കാൻ യെരുശലേമിലേക്ക് യാത്ര ചെയ്യുമായിരുന്നു. ആവർത്തനം 16:5-7. ലൂക്കോസ് 2:41. മറ്റു ചിലത്. യേശുവിന്റെ നാളുകളിൽ പെസഹ ആഘോഷത്തിൽ വീഞ്ഞുപയോഗിച്ചിരുന്നു. കൂടാതെ ഗീതങ്ങളും ആലപിച്ചിരുന്നു. മത്തായി 26:19-30. ലൂക്കോസ് 22:15-18.